ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കാര്യം വിചിത്രം തന്നെ. ഒരു വാക്കിന് തന്നെ എത്രയോ മീനിങ്സ് ആണ്. എത്രയോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലാണ് സെയിം വേർഡ് തന്നെ ഉപയോഗിക്കുന്നത്. റൺ ഇൻ ടു എന്ന ഫ്രേസിൻ്റെ കാര്യം തന്നെ നോക്കൂ. എത്രയോ കോണ്ടെക്സ്റ്റുകളിൽ ഡിഫറെൻറ്റ് മീനിങ്സിൽ അത് ഉപയോഗിക്കുന്നു. ജോണിനെ അവിചാരിതമായി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് പറയുമ്പോഴും, ജോണിൻ്റെ കാറിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറയുമ്പോഴും, ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ജോണിനുണ്ട് എന്ന് പറയുമ്പോഴും, എൻ്റെ കമ്പ്യൂട്ടർ കേടായി എന്ന് പറയുമ്പോഴും, ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ ഒരു പാക്കറ്റ് പാല് വാങ്ങിക്കൊണ്ട് വന്നു എന്ന് പറയുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് റൺ ഇൻ ടു എന്ന ഫ്രേസൽ വെർബ്. എത്രയോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണെന്ന് നോക്കൂ. എന്തായാലും ഇതൊക്കെ സെൻറ്റൻസിൽ എങ്ങനെ പറയും എന്ന് നോക്കണ്ടേ. റൺ ഇൻ ടു എന്നാൽ മീറ്റ് സംവൺ എന്ന ഒരു മീനിങ് ഉണ്ട്. അവിചാരിതമായിട്ട് ഒരാളെ കണ്ടുമുട്ടുക. ഐ റാൻ ഇൻ ടു എ ഫ്രണ്ട് ഓഫ് മൈൻ ഓൺ ദ സ്ട്രീറ്റ്. ഐ റാൻ ഇൻ ടു എ ഫ്രണ്ട് ഓഫ് മൈൻ ഓൺ ദ സ്ട്രീറ്റ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വഴിയിൽ വെച്ച് അവിചാരിതമായി കണ്ടു എന്നാണ് അതിൻ്റെ മീനിങ്. അവിചാരിതമായി എന്നാണ്, മനഃപൂർവ്വം അല്ല. അവിചാരിതമായിട്ട് കണ്ടുമുട്ടുന്നതിനെയാണ് റൺ ഇൻ ടു എന്ന് പറയുന്നത്. ഇവിടെ ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസാണ്, കണ്ടുമുട്ടി. അതുകൊണ്ട് തന്നെയാണ് റാൻ ഇൻ ടു എന്ന് ഉപയോഗിച്ചത്. ഇനി വേറൊരു മീനിങ് ആണ് ഹാവ് ആൻ ആക്സിഡൻറ്റ്. ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുക. ജോൺസ് കാർ റാൻ ഇൻ ടു അനദർ കാർ. ജോൺസ് കാർ റാൻ ഇൻ ടു അനദർ കാർ. ജോണിൻ്റെ കാർ വേറെ ഒരു കാറുമായിട്ട് ഹിറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. റൺ ഇൻ ടു എന്നതിന് ഹാവ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ ഉണ്ടാവുക. ജോൺ ഈസ് റണ്ണിങ് ഇൻ ടു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. ജോൺ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് റണ്ണിങ് ഇൻ ടു അത് കണ്ടിന്യൂവസ് ഫോമാണ്. അതുകൊണ്ടാണ് ഈസ് റണ്ണിങ് ഇൻ ടു എന്ന് ഉപയോഗിച്ചത്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് എന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ. ഇനി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് മാത്രമല്ല, വേറെ ബുദ്ധിമുട്ടുകൾക്കും. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീൻ എന്തോ ഒരു ട്രബിൾ ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല ശരിക്ക്, പെട്ടെന്നത് കേടായിപ്പോയി എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് റൺ ഇൻ ടു ഉപയോഗിക്കാം. രേവതി റാൻ ഇൻ ടു സം പ്രോബ്ലംസ് വൈൽ ഷി വാസ് യൂസിങ് ഹെർ കമ്പ്യൂട്ടർ. രേവതി കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടറിന് എന്തോ ഒരു പ്രോബ്ലം വന്നു എന്നാണ് ഇവിടെ മീനിങ്. റൺ ഇൻ ടു എന്നതിന് എൻറ്റർ എ ബിൽഡിംഗ് ആൻഡ് ഗെറ്റ് സംതിങ് ക്വിക്ക്ലി എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. പെട്ടെന്ന് ഓടിപ്പോയിട്ടൊരു ബിൽഡിങ്ങിലേക്ക് കയറില്ലേ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന്, അതിനെയും നമുക്ക് റൺ ഇൻ ടു എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഹി റാൻ ഇൻ ടു ദ സ്റ്റോർ ഗോട്ട് സം മിൽക്ക് ആൻഡ് കെയിം ബാക്ക്. ഹി റാൻ ഇൻ ടു ദ സ്റ്റോർ ഗോട്ട് സം മിൽക്ക് ആൻഡ് കെയിം ബാക്ക്. അദ്ദേഹം ഒരു സ്റ്റോറിനുള്ളിലേക്ക് പെട്ടെന്ന് ഓടിപ്പോയി എന്നാണ്. എന്നിട്ട് എൻറ്റേർഡ് എന്നാണ് അവിടെ മീനിങ്. ഗോട്ട് സം മിൽക്ക് വാങ്ങി, ആൻഡ് കെയിം ബാക്ക് മടങ്ങി വന്നു. അപ്പോൾ എത്രയോ മീനിങ്സിലാണ് റൺ ഇൻ ടു ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ റൺ ഇൻ ടു എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നോക്കൂ.